ഹായ് ഹലോ, ദിസ് ഈസ് റോജി ബിനി. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അഫ്ഗാനിസ്ഥാൻ റൊട്ടിയായ ഡ്രം റൊട്ടിയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പൗരനായ അമാനുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഫാമിലെ വർക്കറാണ്. അദ്ദേഹമാണ് നമുക്കിന്ന് ഡ്രം റൊട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. UAE കൂടുതലും ഇതേ കണക്ക് ഡ്രം റൊട്ടി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കൂടുതലും ഫാമിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒട്ടകങ്ങളെ ആടുകളെ മേയ്ക്കാനായിട്ട് അങ്ങ് ഉള്ള ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഡ്രം റൊട്ടി ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഇപ്പം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബേസണിൽ കുറച്ച് ആട്ടപ്പൊടി മീൻസ് ഗോതമ്പ് മാവ് എടുത്ത് അതിലേക്ക് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് അത് മെനഞ്ഞെടുക്കുകയാണ്. മധ്യേഷ്യയിലും തെക്കനേഷ്യയിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു പരമാധികാര രാജ്യമാണ് ഈ അഫ്ഗാനിസ്ഥാൻ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നും ഈ അഫ്ഗാനിസ്ഥാനാണ്. നമ്മളൊക്കെ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഈ റൊട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാവ് കുഴയ്ക്കുന്നത്. കംപ്ലീറ്റ് ശക്തി എടുത്തിട്ട് അങ്ങോട്ട് കുഴയ്ക്കാണ്. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ സൈസ് തീരെ ചെറുതാണെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഡ്രം റൊട്ടീൻ്റെ സൈസ് ഭയങ്കര വലുതാണ്. അതാണ് ഈ ഡ്രം റൊട്ടീൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഡ്രം റൊട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കല്ലിലല്ലേ ഉണ്ടാക്കുന്നത്, ഇവരുണ്ടാക്കുന്നത് ഡ്രമ്മിൻ്റെ പുറത്താണ്. അതിപ്പോൾ അങ്ങോട്ട് കാണാൻ പറ്റും, അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. റൊട്ടീൻ്റെ മാവ് കുഴച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഒരു മാറ്റി വെക്കും. അതിനുശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് പോലെ ആക്കിയതിന് ശേഷം അത് റോളർ ഉപയോഗിച്ചിട്ട് ഒരു കല്ലിൻ്റെ മേലിൽ, അതൊരു മാർബിളിൻ്റെ പീസാണ് കേട്ടോ, ആ കല്ലിൻ്റെ മേലിൽ ഇട്ടിട്ട് റോൾ ചെയ്ത് പരത്തിയെടുക്കും. മീൻസ് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കും. ഈ റൊട്ടീൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾക്കൊക്കെ ഒരു റൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് റൊട്ടിയാണ്. നമുക്ക് 3 പേർക്കൊക്കെ ഈ റൊട്ടി കഴിക്കാൻ പറ്റും. പക്ഷേ ഇവരൊക്കെ എന്താണെന്നറിയാമോ, ഇവർ ഈ ഉണ്ടാക്കുന്ന ഒരു റൊട്ടി ഫുള്ള് കഴിക്കും. അവിടെ ഒരു നേരത്തെ ആഹാരമാണത്. അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് പഷ്തോയാണ്. പഷ്തോ ഭാഷയിൽ അഫ്ഗാൻ എന്ന് പറഞ്ഞാൽ പഷ്തൂണുകൾ എന്നാണ് അർത്ഥം. ഇവരാണ് അഫ്ഗാനിസ്ഥാനിലെ പ്രധാന വംശം. അഫ്ഗാനിസ്ഥാനിലെ വിവിധ ഭൂരൂപങ്ങളിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത് ഹിന്ദുക്കുഷ് പർവ്വനിരകളാണ്. ഹിന്ദുക്കുഷ് മൗണ്ടന്റെ തെക്ക് വസിച്ചിരുന്ന പഷ്തൂണുകളുടെ വാസസ്ഥാനത്തെ സൂചിപ്പിക്കാനായി മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറാണ് അഫ്ഗാനിസ്ഥാൻ എന്ന പദം ആദ്യം ഉപയോഗിച്ചത്. കന്നുകാലി വളർത്തലാണ് ഇവിടുത്തുകാരുടെ മറ്റൊരു തൊഴിൽ. ആട്, ചെമ്മരിയാട്, കോഴി തുടങ്ങിയവയൊക്കെ മിക്കവാറും അഫ്ഗാൻ ഗ്രാമങ്ങളിൽ കണ്ടുവരുന്നു. അതുപോലെ കന്നുകാലികൾക്ക് ആവശ്യമുള്ള തീറ്റ മുഴുവനായും അതത് ഗ്രാമങ്ങളിൽ ലഭിക്കാറില്ല. അതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കുന്നത് മലമുകളിൽ കൊണ്ടുപോകും. അപ്പോൾ എന്ത് പറ്റും, ഇത്തരം കന്നുകാലികളെ മേയ്ക്കാനായിട്ട് മലമുകളിൽ പോകുമ്പോൾ അവിടെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കാനും അത്യാവശ്യമായ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആ സ്ഥലങ്ങളിൽ കിട്ടുന്ന ഡ്രമ്മ്, അതുപോലെ കിട്ടുന്ന സാമഗ്രികൾ ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഡ്രം റൊട്ടി. ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം പിടികിട്ടി കാണും അല്ലേ. നമ്മുടെ നാട്ടിൽ വെള്ളം നിറച്ച് വെക്കാനും അത് കണക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഡ്രമ്മിനുള്ളിലേക്ക് അവർ തീ കത്തിച്ചിട്ട് ഇത് പെട്ടെന്ന് ഇരുമ്പായിട്ട് പെട്ടെന്ന് ചൂടാവും. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ട്. അപ്പം ഇതിപ്പോൾ പനയുടെ ഓല ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പനയുടെ ഓല ഉപയോഗിച്ച് കത്തിച്ചിട്ട് ഇത് ചൂടാവുമ്പോഴത്തേക്ക് ആ ഉണ്ടാക്കിയ റൊട്ടിയില്ലേ, ആ റൊട്ടി മേഞ്ഞ് ആ കൈ വെച്ചിട്ട് ഇവർ വീശി വലുതാക്കും. ഈ റൊട്ടി എത്രത്തോളം വീശി വലുതാക്കാമോ അത്രത്തോളം വീശി വലുതാക്കാം. എന്നിട്ട് ഇത് സാധാരണ ഇതിപ്പം ഞാൻ ഇതിനു മുമ്പും ഈ റൊട്ടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഏകദേശം നമ്മുടെ ഒരു തറയിൽ വിരിച്ച് കിടക്കുന്ന പായില്ലേ, വലിയ അത്രയ്ക്കും വലിയ ഒരു റൊട്ടിയാണ്. ഇതിപ്പോൾ അവർ അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് അവർ ഉണ്ടാക്കിയത്. എന്നിട്ട് ആ വീശിയെടുത്ത റൊട്ടി ഈ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് ഇടും. എന്നിട്ട് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കും. ഇതാണ് ഡ്രം റൊട്ടി എന്ന് പറയുന്നത്.
നമ്മുടെ നാട്ടിൽ ഫുഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ കണ്ടിക്കുമ്പോൾ ഓടി വരുന്ന പോലെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ വരുന്നുണ്ടോ ഇതേപോലെ ഫുഡ് അടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ റൊട്ടി തിരിച്ച് മറിച്ച് വിടുന്നത്. എന്നിട്ട് ചുട്ട് ഓരോ സൈഡും ചുട്ട് നല്ല അടിപൊളി റൊട്ടിയായിട്ട് ഒരു വലിയ റൊട്ടി, ഹ്യൂജ് റൊട്ടിയായിട്ട് അവരെടുക്കും. ഇതിൻ്റെ കൂടെ അവർ ബീഫ്, മട്ടൺ അല്ലെങ്കിൽ സബ്ജി അങ്ങനെ പല രീതിയിലുള്ള കറികളാണ് യൂസ് ചെയ്യുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിക്കും. ഇതെന്താ കഴിക്കുന്നത് കണ്ടോ? ഇത് ഈ റൊട്ടി വലിയ റൊട്ടി, അതായത് ഈ ഒരു റൊട്ടി ഒരാൾ കഴിക്കും. നമ്മളെ കൊണ്ട് അത്രയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ ഹാർഡ് വർക്കിംഗ് ആൾക്കാരല്ല. അപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ റൊട്ടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പൊറോട്ട കഴിച്ചാൽ വയറ്റുള്ളിൽ കിടക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഒരൊറ്റ റൊട്ടി അവർ കഴിക്കും. ഭയങ്കര ഹാപ്പി ആട്ടോ. അതായത് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മളെ ചെല്ലുന്ന ആൾക്കാരെയും കൂടെ തിരിച്ചിട്ടേ അവർ വിടും. അതൊക്കെ ആതിഥ്യ മര്യാദയ്ക്ക് ഇവരെ കഴിഞ്ഞ ബാക്കിയുള്ള ആൾക്കാരുള്ളൂ. അവർ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിലുള്ള ഒരു കുറച്ച് പങ്ക് അവിടെ ഇരിക്കുന്ന ആ കുഞ്ഞു പൂച്ചകൾക്ക് ഒരു കൊടുക്കൂട്ടാ. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ പൂച്ചകളാണെങ്കിൽ മീൻ മാത്രമല്ലേ കഴിക്കത്തുള്ളൂ, അത് വേറെ വല്ല ഇട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചൊരു ഒറ്റ പോക്കാ. ഇവിടുത്തെ പൂച്ചകളെ കണ്ടു നോക്കിയേ, റൊട്ടിയൊന്നുമില്ല, ഇനി ചപ്പാത്തി ഒന്നുമില്ല, ഇനി എന്തിട്ട് കൊടുത്താലും അവറ്റകൾ കഴിക്കും. അതാണ്. O sea, del firehouse ne bara. അങ്ങനെ ഒരു വിഷമവും കാണിക്കാതെ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു ദിവസത്തെ റൊട്ടി ആഹാരം ഉണ്ടാക്കുന്ന നമുക്ക് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞു, നമ്മളോട് സഹകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഫുഡ് കഴിക്കുന്നതിനുള്ള വീഡിയോ ഷോട്ട് എടുക്കാനും സമ്മതിച്ച് ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കണമെന്ന് പറഞ്ഞ പോലെ അവർ കഴിക്കുന്നത് അവിടുത്തെ ഒതൻറ്റിക് ഹണിയാണ്. അവർ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്ന ഹണിയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ്, ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം. അസ്സലാമ.